നമസ്കാരം. സക്സസ് പാത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി 42 42ാം ഭരണഘടനാ ഭേദഗതിയിലാണ് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാര്? ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ഏത്? 2005. 2005ലാണ് വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 3-ാം ഭാഗത്താണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്താണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ ദേശീയ പതാകയിൽ കാണപ്പെടുന്ന അശോക ചക്രത്തിൽ എത്ര അരക്കാലുകൾ ഉണ്ട്? 24. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര. ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി? പിംഗലി വെങ്കയ്യ. പിംഗലി വെങ്കയ്യയാണ് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്. ഇദ്ദേഹം ആന്ധ്രാപ്രദേശുകാരനാണ്. ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏതാണ് മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്? തന്നിരിക്കുന്നതിൽ സ്വത്തവകാശമാണ് മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രം ഗാന്ധിജി നൽകിയത് ഏത് ദേശീയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടിട്ടാണ്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രം ഗാന്ധിജി നൽകിയത് ഏത് ദേശീയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടിട്ടാണ്? ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രം ഗാന്ധിജി നൽകിയത്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഇതാരുടെ പ്രഖ്യാപനമാണ്? നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രഖ്യാപനമാണ് നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്നുള്ളത്. ദണ്ഡിക്കടപ്പുറത്ത് വെച്ച് ഉപ്പ് കുറുക്കിയ നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചത് 1930 ഏപ്രിൽ 6-ന്. 1930 ഏപ്രിൽ 6-നാണ് ഗാന്ധിജി ദണ്ഡിക്കടപ്പുറത്ത് വെച്ച് ഉപ്പ് കുറുക്കി നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചത്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടതാര്? അതിർത്തി ഗാന്ധി. ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ. ഖാൻ അബ്ദുൽ ഖാഫർ ഖാനാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടത്. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അരുണ അസഫ് അലി. അരുണ അസഫ് അലിയാണ് ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് റാണി ഗൈഡിലിയു. റാണി ഗൈഡിലിയുവിനെയാണ് നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത്. താഴെ കൊടുത്ത വ്യക്തികളിൽ 3 വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്തതാര്? താഴെ കൊടുത്തിരിക്കുന്ന വ്യക്തികളിൽ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത്? സർദാർ പട്ടേൽ. സർദാർ പട്ടേൽ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. ബ്രിട്ടീഷ് സർക്കാരിന്റെ ഏത് നിയമത്തിനെതിരെയായിരുന്നു ജനങ്ങൾ ജാലിയൻ വാലാബാഗിൽ പ്രതിഷേധ സമരത്തിന് ഒത്തുചേർന്നത്? റൗലത്ത് നിയമം. റൗലത്ത് നിയമത്തിനെതിരായിട്ടായിരുന്നു ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾ പ്രതിഷേധ സമരത്തിന് ഒത്തുചേർന്നത്. വിധിയുമായി ഒരു കൂടിക്കാഴ്ച ആരുടെ അവിസ്മരണീയ പ്രസംഗമായിരുന്നു? വിധിയുമായി ഒരു കൂടിക്കാഴ്ച ആരുടെ അവിസ്മരണീയ പ്രസംഗമായിരുന്നു? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിന്റെ അവിസ്മരണീയമായ ഒരു പ്രസംഗമാണ് വിധിയുമായി ഒരു കൂടിക്കാഴ്ച. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത മൈക്കിൾ ഒ ഡയറിനെ വധിച്ച് വധശിക്ഷ ഏറ്റുവാങ്ങിയ സ്വാതന്ത്ര്യ സമര പോരാളി ആരായിരുന്നു? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത മൈക്കിൾ ഒ ഡയറിനെ വധിച്ച് വധശിക്ഷ ഏറ്റുവാങ്ങിയ സ്വാതന്ത്ര്യ സമര പോരാളി ഉദ്ധം സിംഗ്. ഉദ്ധം സിംഗ് ആണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത മൈക്കിൾ ഒ ഡയറിനെ വധിച്ച് വധശിക്ഷ ഏറ്റുവാങ്ങിയ സ്വാതന്ത്ര്യ സമര പോരാളി. യക്ഷഗാനം എന്ന കലാരൂപം ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല? യക്ഷഗാനം എന്ന കലാരൂപം ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല കാസർഗോഡ്. കാസർഗോഡാണ് യക്ഷഗാനം ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളത്. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല? പാലക്കാടാണ്. പാലക്കാടാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. സൈലന്റ് വാലി സൈരന്ധ്രി വനം എന്നും അറിയപ്പെട്ടിരുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ. വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. പമ്പ നദി വന്നു ചേരുന്നത് ഈ വേമ്പനാട്ട് കായലിലാണ്. ഓർത്തിരിക്കാനായിട്ട് പമ്പ, വേമ്പ അങ്ങനെ ഓർത്തിരിക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ നദി ഏതെന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ പാമ്പാർ ആണ് കിഴക്കോട്ടൊഴുകുന്ന നദി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി? ഇടുക്കി. ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പലാണ്. മലമുഴക്കി വേഴാമ്പലാണ് കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി. പ്രാചീന തമിഴകത്തിലെ തിണകളിൽ ഒന്നായ നെയ്തൽ ഏത് തരത്തിലുള്ള ഭൂവിഭാഗമാണ്?
പ്രാചീന തമിഴകത്തിലെ തിണകളിൽ ഒന്നായ നെയ്തൽ ഏത് തരത്തിലുള്ള ഭൂവിഭാഗമാണ്? തീരപ്രദേശം. തീരപ്രദേശ ഭൂവിഭാഗമാണ് പ്രാചീന തമിഴകത്തിലെ തിണകളിലൊന്നായ നെയ്തൽ. കൊടുങ്ങരപ്പളം പുഴ ഏത് പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൊടുങ്ങരപ്പളം പുഴ ഏത് പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അട്ടപ്പാടി. അട്ടപ്പാടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് കൊടുങ്ങരപ്പളം പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല? ആലപ്പുഴ. ആലപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല. ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ്. ഭാരത സർക്കാരിന്റെ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യ മലയാളി? ഭാരത സർക്കാരിന്റെ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യ മലയാളി? ഒ. എം. നമ്പ്യാർ. ഒ. എം. നമ്പ്യാരാണ് ഭാരത സർക്കാരിന്റെ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യ മലയാളി. ആത്മോപദേശ ശതകത്തിന്റെ കർത്താവ് ആര്? ആത്മോപദേശ ശതകത്തിന്റെ കർത്താവ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവാണ് ആത്മോപദേശ ശതകത്തിന്റെ കർത്താവ്. കന്യാകുമാരിയിലെ ശാസ്താംകോയിലിൽ ജനിച്ച കേരളത്തിന്റെ സാമൂഹ്യ പരിഷ്കർത്താവ്? കന്യാകുമാരിയിലെ ശാസ്താംകോയിലിൽ ജനിച്ച കേരളത്തിന്റെ സാമൂഹ്യ പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികളുടെ ജന്മസ്ഥലമാണ് കന്യാകുമാരിയിലെ ശാസ്താംകോയിൽ. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്? ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരായിരുന്നു? സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ. പ്രത്യക്ഷരക്ഷാ ദൈവസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? പ്രത്യക്ഷരക്ഷാ ദൈവസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് പൊയ്കയിൽ കുമാരഗുരു. പൊയ്കയിൽ കുമാരഗുരുവാണ് പ്രത്യക്ഷരക്ഷാ ദൈവസഭ സ്ഥാപിച്ചത്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണജാഥയ്ക്ക് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനാണ് സവർണജാഥയ്ക്ക് നേതൃത്വം നൽകിയത്. ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളി? ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളി വക്കം അബ്ദുൽ ഖാദർ. ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ മലയാളിയാണ് വക്കം അബ്ദുൽ ഖാദർ. വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച കേരളത്തിന്റെ സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളി. അയ്യങ്കാളിയാണ് വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകിയത്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് വി. ടി. ഭട്ടതിരിപ്പാട്. വി. ടി. ഭട്ടതിരിപ്പാടിന്റെ നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം രചിച്ചത്? വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളാണ് വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം രചിച്ചത്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ? ഇൻസുലിൻ. ഇൻസുലിനാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ. സർവികദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ്? ഒ ഗ്രൂപ്പ്. ഒ ഗ്രൂപ്പാണ് സർവികദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ്. വൈഡൽ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? വൈഡൽ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ടൈഫോയിഡ്. ടൈഫോയിഡ് എന്ന രോഗവുമായി ബന്ധപ്പെട്ടതാണ് വൈഡൽ ടെസ്റ്റ്. മനുഷ്യ ശരീരത്തിലെ വാരിയലിൽ എത്ര അസ്ഥികളുണ്ട്? മനുഷ്യ ശരീരത്തിലെ വാരിയലിൽ 24 അസ്ഥികളാണുള്ളത്. 24 അസ്ഥികളാണ് മനുഷ്യ ശരീരത്തിലെ വാരിയലിൽ ഉള്ളത്. ശരീരത്തിലെ കാൽസ്യം ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം? ജീവകം ഡി. ജീവകം ഡി ആണ് ശരീരത്തിലെ കാൽസ്യം ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം. വാസസ്ഥലത്തിനായി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? വാസസ്ഥലത്തിനായി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? എപ്പിഫൈറ്റുകൾ. എപ്പിഫൈറ്റുകൾ വിഭാഗത്തിൽപ്പെടുന്ന സസ്യങ്ങൾ വാസസ്ഥലത്തിനായി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്നവയാണ്. ഭൂകാണ്ഡത്തിന് ഉദാഹരണം? ഭൂകാണ്ഡത്തിന് ഉദാഹരണം ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് ഭൂകാണ്ഡത്തിന് ഉദാഹരണമാണ്. പയറുവർഗ്ഗത്തിൽ ഉൾപ്പെടാത്ത വിത്തിനം? ഹരിത. ഹരിതയാണ് പയറുവർഗ്ഗത്തിൽ ഉൾപ്പെടാത്ത വിത്തിനം. പയറുവർഗ്ഗത്തിന്റെ വിത്തിനങ്ങൾ ഏതൊക്കെയാണ്? ജ്യോതിക, ലോല, മാലിക. ജ്യോതിക, ലോല, മാലിക എന്നിവ പയറുവർഗ്ഗത്തിന്റെ വിത്തിനം ആണ്. ചന്ദ്രശങ്കര എന്ന സങ്കരയിനം തെങ്ങ് ഏതിനങ്ങളിൽ നിന്നാണ് വികസിപ്പിച്ചെടുത്തത്? ചന്ദ്രശങ്കര തെങ്ങിന്റെ സങ്കരയിനമാണ്. ഏതിനങ്ങളിൽ നിന്നാണ് ഇത് വികസിപ്പിച്ചെടുത്തത്? ചാവക്കാട് ഓറഞ്ച്, വെസ്റ്റ് കോസ്റ്റ് ടോൾ. ബോക്സൈറ്റ് എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? അലൂമിനിയത്തിന്റെ അയിരാണ്. അലൂമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. മൂലകങ്ങളെ അവയുടെ അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി വർഗീകരണം നടത്തിയ ശാസ്ത്രജ്ഞൻ? മോസ്ലി. മോസ്ലി എന്ന ശാസ്ത്രജ്ഞനാണ് മൂലകങ്ങളെ അവയുടെ അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി വർഗീകരണം നടത്തിയത്. ഒരു ജലതന്മാത്രയിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം? 3 ആണ്. 3 ആറ്റങ്ങളാണ് ഒരു ജലതന്മാത്രയിൽ ഉള്ളത്.